നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9 നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. 7 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുൻപാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ്. ചെന്നൈയിലാണ് നയൻതാര ഭർത്താവിനും മക്കൾക്കുമൊപ്പം സെറ്റിലായിരിക്കുന്നത്. ആഘോഷങ്ങൾക്കും മറ്റുമായാണ് കൊച്ചിയിൽ അമ്മയുടെയും അച്ഛന്റെയും അടുത്തേക്ക് നയൻതാര എത്താറുള്ളത്. പിതാവ് കുര്യന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തിടെ നയൻതാര കൊച്ചിയിൽ വന്നിരുന്നു. കുറച്ചു ദിവസം മുൻപുള്ള ആ കൊച്ചി സന്ദർശനത്തിനിടെ നയൻതാരയുടെ സുഹൃത്തുക്കൾ പകർത്തിയൊരു വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു. പാതിരാത്രി രവിപുരം തനിഷ്കിന് എതിർവശത്തെ ഐസ്ക്രീം പാർലറിന് മുന്നിൽ കയ്യിലൊരു ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന നയൻതാരയുടെ വീഡിയോയാണ് അന്ന് വൈറലായത്. വീഡിയോ വൈറലായപ്പോൾ നയൻതാര ഇത്ര സിമ്പിൾ ആണോ എന്ന കമന്റുകളാണ് ഏറെയും വന്നത്. ഇപ്പോഴിതാ വീണ്ടും സിംപ്ലിസിറ്റി കൊണ്ട് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നയൻതാര. മക്കൾക്കൊപ്പം ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന വീഡിയോയാണ് നയൻതാര പങ്കിട്ടത്. മാൻഡേറ്ററി ഈവനിംഗ് ഓട്ടോ ഡ്രൈവർ എന്ന് തലക്കെട്ട് നൽകിയാണ് നയൻതാര തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ മക്കൾക്കൊപ്പമുള്ള ഓട്ടോ യാത്രയുടെ വീഡിയോ പങ്കിട്ടത്. മക്കളായ ഉയിരും ഉലകും നയൻതാരയ്ക്കുമൊപ്പമുണ്ട്. മക്കളെ മടിയിലിരുത്തി ഓട്ടോ യാത്ര ചെയ്യുന്ന നയൻതാരയുടെ വീഡിയോ കണ്ട് താരസുന്ദരിയുടെ സിംപ്ലിസിറ്റി തന്നെയാണ് വീണ്ടും ആരാധകർ ചർച്ച ചെയ്യുന്നത്. ഇത്രത്തോളം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന താരം ഓട്ടോ യാത്ര ചെയ്യുന്നതുകൊണ്ട് ചില ആരാധകർ അത്ഭുതപ്പെടുന്നുണ്ട്. ചെന്നൈ തെരുവുകളിലൂടെയാണ് നയൻതാര ഓട്ടോ യാത്ര നടത്തിയതെന്നാണ് വീഡിയോയിൽ നിന്നും വൈറലായത്. പൊതുവെ വൻ താരമൂല്യമുള്ള താരങ്ങൾ ഇത്തരത്തിൽ സാധാരണക്കാരെ പോലെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് നയൻതാരയുടെ ചില ജീവിത രീതികൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണക്കാരുടെ ജീവിതവും മക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമാകാം താരത്തിന്റെ ഇത്തരം യാത്രകളെന്ന് അഭിപ്രായപ്പെട്ടും ചിലർ എത്തിയിട്ടുണ്ട്. ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് നയൻതാര. അതുകൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ആഡംബര വസതിയും ലക്ഷറി വാഹനങ്ങളുമുണ്ട് കോളിവുഡ് പവർ കപ്പിളായ നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും. വിവാഹശേഷം കുടുംബത്തിനാണ് നയൻതാര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മക്കൾ കൂടി വന്നതോടെ അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനാലാണ് നയൻതാര സന്തോഷം കണ്ടെത്തുന്നത്. അതിനാൽ സിനിമകളുടെ കാര്യത്തിൽ പോലും നയൻതാര സെലക്റ്റീവാണ്. മക്കളുടെ കാര്യത്തിൽ മറ്റാരെയും ഏൽപ്പിക്കാതെ പറ്റുന്നതെല്ലാം ചെയ്യാൻ നയൻതാര ശ്രമിക്കാറുണ്ട്. കൂടാതെ എവിടെ യാത്ര പോയാലും മക്കളെയും ഒപ്പം കൂട്ടും. വിഘ്നേഷ് ശിവനും അതുപോലെ തന്നെയാണ്. മക്കൾ പിറക്കുന്നതിന് മുൻപുള്ള ജീവിതം എങ്ങനെ ആയിരുന്നുവെന്ന് ഓർക്കുന്നത് പോലും ഇല്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിഘ്നേഷ് ശിവൻ പറഞ്ഞത്. കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ വളരുമെന്നതിനാലാണ് ഈ സമയം നയൻസും വിക്കിയും കഴിവതും അവർക്കൊപ്പം തന്നെ ചിലവഴിക്കുന്നത്. അന്നപൂരണിയാണ് അവസാനമായി തിയേറ്ററുകളിലെത്തിയ നയൻതാരയുടെ സിനിമ. എസ് ശശികാന്തിന്റെ ടെസ്റ്റിന്റെ റിലീസായി കാത്തിരിക്കുകയാണ് നയൻതാര ഇപ്പോൾ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.